ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചൂരയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് ചൂരക്കറി ഉണ്ടാക്കുന്നത് വറുത്തരച്ചേച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള തേങ്ങ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് അതിൻ്റെ പച്ച ഇതെല്ലാം പോയി നല്ല രീതിയിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ചൂര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ മസാല വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ തേങ്ങയുടെ കളറെല്ലാം മാറി വരണം, നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയുടെ കളറെല്ലാം ഒരുവിധം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ആ തേങ്ങ ഒന്ന് നമുക്ക് വറുക്കാം. ഈ മസാല ഒന്നും കരിഞ്ഞു പോകരുത്, ആ വിധത്തിൽ വേണം നമ്മൾ ഫ്ലെയിം വെച്ചേക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. പിന്നെ ഏകദേശം നമ്മുടെ മസാല വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വാളം പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പുളിയും ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉലുവയാണ് അടുത്ത് ചേർക്കുന്നത്. കുറച്ച് ഉലുവയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഉലുവയും കടുകും എല്ലാം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി കുറച്ച് തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതി വറുത്തരച്ചുണ്ടാക്കുമ്പോൾ ഞാൻ ചൂര ഇങ്ങനെയാണ് ചെയ്യാറ്. വറുത്തരച്ച ചൂരക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആ മിക്സിയിലൊന്ന് ഒഴിച്ച് അതൊന്ന് മസാല മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഇത് കട്ടിയായിരിക്കാൻ കുറച്ചൊന്ന് നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ ആ ഗ്രേവിക്കും നമ്മുടെ മീനിനും ആവശ്യത്തിന് ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കണം, ഒന്ന് തിള വരണം. കണ്ടോ, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂര ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ക്യൂബ്സുകൾ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഗ്രേവി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകത്തില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മീനും നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മീനെല്ലാം ഞാൻ ഗ്രേവിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ഒരു 1/4 പരുവമായിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തക്കാളിയെല്ലാം വെന്ത് പൊങ്ങി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മീനും ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് സമയം കൂടി വേണ്ടി വരും. കുറച്ച് നേരം കൂടി ഇതിങ്ങനെ തിളച്ചൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മീനെല്ലാം വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോകാതെ തന്നെ മീനെല്ലാം വെന്തിട്ടുണ്ട്. കണ്ടോ, മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുവാണ്. അപ്പോൾ ഇതൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ മീൻകറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ ചൂരക്കറി വീട്ടിലുണ്ടാക്കി നോക്കണം. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.